ആകാശ് വരുമ്പോൾ ഭവാനി ഫോണും പിടിച്ച് ഹാളിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. നന്നായി മദ്യപിച്ചിട്ടാണ് അവൻ വരുന്നതെന്ന് അവൻ്റെ ആ കോലം കണ്ടാലേ മനസ്സിലാവും. ഓ, ഇന്നും തള്ളയുടെ പ്രിയപുത്രി വിളിച്ചു കാണില്ലായിരിക്കും. അതെങ്ങനെ? സ്വന്തം മക്കളേക്കാൾ കൂറും സ്നേഹവും അവളോടല്ലേ? അതേടാ, നിന്നേക്കാൾ സ്നേഹം അവളോട് തന്നെയാ. അതുകൊണ്ട് തന്നെയാ അവളുടെ സ്വരമൊന്ന് കേട്ടില്ലെങ്കിൽ മനസ്സ് പിടയ്ക്കുന്നത്. ഞാൻ പറഞ്ഞതല്ലേ അവളെ കെട്ടാന്ന്. അപ്പം നിങ്ങൾക്കും അവൾക്കും അവളുടെ തന്തയ്ക്കും തള്ളയ്ക്കും എന്നെ പിടിച്ചില്ല. ഒരുത്തിന് വേണ്ടി കുറേ വർഷം കാത്തിരുന്നിട്ട് എന്തായി? അവസാനം അവൻ കൈയൊഴിഞ്ഞിട്ട് പോയില്ലേ? ഉണ്ടായിരുന്ന തന്തയും തള്ളയും അതിനു മുന്നേയും പോയി. അപ്പം പിന്നെ ആകെയുള്ള ഒരു ചെറുക്കനായി എന്നെയും കെട്ടിവിടെ ജീവിക്കാതെ കണ്ടടം തെണ്ടാൻ വിട്ടേക്കുവാ അവളെ. മര്യാദയ്ക്ക് എനിക്ക് കെട്ടിച്ചു തന്നെങ്കിൽ ഇവിടെ കാണില്ലായിരുന്നു അവൾ. അപ്പം പിന്നെ അവളെ ഓർത്ത് നിങ്ങൾക്കിങ്ങനെ വിഷമിക്കേണ്ടി വരുമായിരുന്നില്ലല്ലോ. ഇപ്പം എൻ്റെ കുഞ്ഞിൻ്റെ ശബ്ദമൊന്ന് കേൾക്കാൻ പറ്റാത്ത വിഷമമേ എനിക്കുള്ളൂ. പക്ഷേ നിനക്ക് അവളെ കെട്ടിച്ചു തന്നിരുന്നെങ്കിൽ അതിൻ്റെ തോരാത്ത കണ്ണീർ കാണേണ്ടി വന്നേന് ഞാൻ. അവൾ എന്ത് കണ്ണീർ കുടിക്കുന്ന തള്ളി പറയുന്നേ? അവൻ കുഴഞ്ഞ നാക്കോടെ കൂടെ ചോദിച്ചു. പണ്ട് തൊട്ട് നിന്റെ മൂത്തവൾ ഒരുത്തിയില്ലേ? അവൾ ഇങ്ങനെയൊക്കെ ഉപദ്രവിക്കാമോ? അതുപോലെ ഉപദ്രവിച്ചിട്ടേ ഉള്ളൂ. നീയും മോശക്കാരനായിരുന്നില്ല. അവൾക്ക് നീയുമായുള്ള ബന്ധം ഇഷ്ടമല്ലെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ എന്തോരം എൻ്റെ കുഞ്ഞിനെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഇപ്പോഴും നീ അവളെ കെട്ടാന്ന് പറയുന്നത് അവളോടുള്ള ഇഷ്ടം കൊണ്ടല്ല. എൻ്റെ കുട്ടിയെ എൻ്റെ മുൻപിലിട്ട് കണ്ണുനീർ കുടിപ്പിക്കാനാണെന്ന് എനിക്ക് നന്നായി അറിയാം. കള്ളും കഞ്ചാവുമായി നടക്കുന്നതിനൊക്കെ പിടിച്ചു തരുന്നതിനേക്കാൾ അവൾക്കല്പം വിഷം വാങ്ങിക്കൊടുത്ത് ഞാൻ തന്നെ കൊല്ലുന്നതാ. തള്ളി, നിങ്ങൾ പഠിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. നോക്കിക്കോ, അവൾ അവിടെ എവിടെന്നെങ്കിലും വല്ല വീഴുപ്പൊന്നും ചുമന്ന് നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുക പഠിച്ചോളും. ഇപ്പോൾ തന്നെ അവിടെ എവിടെയെങ്കിലും കൂടെ പൊറുതിയായെന്ന് ആർക്കറിയാം. അത്രയും പുച്ഛത്തോടെ ആകാശ് ഭവാനിയെ നോക്കി പറഞ്ഞിട്ട് പോയതും അവർ തൻ്റെ മകൻ്റെ സ്വഭാവമോർത്ത് വല്ലാതെ വേദനിച്ചു. അപ്പോഴും സ്വന്തം മക്കളേക്കാൾ അവരുടെ മനസ്സിൽ നിറഞ്ഞു നിന്നത് അവരുടെ രുദ്രയായിരുന്നു. രുദ്രയ്ക്ക് മുറിവൊന്നുകൂടെ സ്റ്റിച്ചിട്ട ശേഷം അവൾക്ക് മയങ്ങാനുള്ള ഇഞ്ചക്ഷൻ കൂടെ നൽകിയ ശേഷമാണ് പ്രിയങ്ക പോയത്. പ്രിയങ്ക പോകുമ്പോഴും ബദ്രി അവളുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. രുദ്ര കണ്ണുകൾ തുറക്കുമ്പോൾ ഓപ്പോസിറ്റ് ബെഡിൽ തന്നെ നോക്കിയിരിക്കുന്ന ഭദ്രയെ കണ്ടതും അവൾ പതുക്കെ എഴുന്നേൽക്കാൻ തുടങ്ങി. ഡി. ബദ്രയുടെ ഡി എന്നുള്ള അലർച്ചയിലൊന്ന് പേടിച്ചുകൊണ്ട് അവനെ നോക്കി. ഭദ്രയുടെ മുഖത്ത് നല്ല ദേഷ്യമുണ്ടായിരുന്നു. അപ്പോൾ ആരോട് ചോദിച്ചിട്ടടിപ്പുല്ലേ നീ അങ്ങോട്ടേക്ക് കെട്ടിയെടുത്തത്? അത് പിന്നെ ഞാൻ പേടിച്ചു പോയി, അവർ എന്തേലും ചെയ്യുമോന്ന്. അതോർത്ത് നീ അധികം വിഷമിക്കേണ്ട. എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. നീ മര്യാദയ്ക്ക് നിൻ്റെ കാര്യം നോക്കി അടങ്ങിയിരിക്കാൻ നോക്ക്, കേട്ടല്ലോ? അതിനവൾ തലയാട്ടിയ പോരാ, അതുപോലെ ചെയ്യുകയും വേണം. ഇല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ കൈ നിൻ്റെ കവിളിലിരിക്കും. അറിയാലോ എന്നെ നിനക്ക്. വെറുതെ എൻ്റെ ദേഷ്യം കൂട്ടാതെ അടങ്ങി ഒതുങ്ങിയിരുന്ന നിനക്ക് തന്നെ കൊള്ളാം. അത്രയും പറഞ്ഞ് രുദ്രയൊന്ന് തറപ്പിച്ച് നോക്കിയ ശേഷം പുറത്തേക്ക് പോയ ഭദ്രയെ നോക്കി തന്നെ അവൾ ഇരുന്നു. ഭദ്ര വരുമ്പോൾ പ്രണവ്, വിശാൽ, ഋഷി, അമ്മു, അപ്പു, മഞ്ജു എല്ലാവരും പുറത്തുണ്ടായിരുന്നു. ഭദ്ര പ്രണവിനെ നോക്കി എല്ലാവർക്കും കേൾക്കാൻ പാകത്തിന് പറഞ്ഞു. അതെ, അവളെ കാണാൻ വന്നവരോട് അവളെ കണ്ടിട്ട് മര്യാദയ്ക്ക് പോകാൻ പറഞ്ഞോണം. വെറുതെ എൻ്റെ മെക്കെട്ടുണ്ടാക്കാൻ വരണ്ടാന്ന് പറഞ്ഞേക്ക്. പിന്നെ അവളെ ഇവിടെ ആരും പിടിച്ചു വെച്ചിട്ടില്ല. അവളെ കൊണ്ടുപോകണമെന്നാണെങ്കിൽ അവളുടെ ആരോഗ്യം ശരിയാവുമ്പോൾ അവർക്ക് തന്നെ കൊണ്ടുപോകാം. ഞാനായി തടയില്ല. അത്രയും പറഞ്ഞ് ഭദ്ര ആരെയും നോക്കാതെ പോകുമ്പോൾ പ്രണവൊഴിച്ച് ബാക്കി എല്ലാവരും രുദ്രയെ കാണാൻ അകത്തേക്ക് കയറി. ഈ സമയം പ്രണവ് ഭദ്രയുടെ മുന്നിലേക്ക് ചെന്നു നിന്നുകൊണ്ട് പറഞ്ഞു. നീ എന്താ പറഞ്ഞ്? അവളെ കൊണ്ട് പോകാനോ? നിനക്ക് എങ്ങനെ തോന്നി ഭദ്രേ അങ്ങനെ പറയാൻ? നിനക്ക് തോന്നുന്നുണ്ടോ അവർ വിളിച്ചാലുടൻ അവൾ അവർക്കൊപ്പം പോകുമെന്ന്? അവൾ പോകുന്നതാ നല്ലേ. വെറുതെ അവളുടെ ജീവിതം കൂടെ ഇല്ലാതാക്കാൻ വേണ്ടി എന്തിനാ വെറുതെ? ഉണ്ടാ, എന്നെ കൊണ്ട് പറയിപ്പിക്കല്ല നീ. നിന്റെ നെഞ്ചിൽ തൊട്ട് പറയാമോ അവൾ പോയാലും നിനക്ക് വിഷമമൊന്നും വരില്ലെന്ന്? അവൾ പോകുന്നതിൽ ഞാനെന്തിനാ വിഷമിക്കുന്നേ? എൻ്റെ ലൈഫിൽ വന്ന പലരും എന്നെ തനിച്ചാക്കി പോയിട്ടേ ഉള്ളൂ. ഇവിടെ അവൾ എങ്ങനെയോ വന്ന് പെട്ടതുപോലെ അതുപോലെ തന്നെ തിരിച്ചു പോകുന്നു, അത്ര തന്നെ. പിന്നെ അന്നെന്തിനാടാ നീ പറഞ്ഞേ ഞാൻ അവളെ സ്നേഹിച്ചു പോകുമോ എന്ന് പേടിയാ? അതുകൊണ്ട് അവളെ അകറ്റുന്നെന്ന്. നിന്റെ മനസ്സ് അവളുടെ സാമീപ്യത്തിൽ കൈവിട്ടു പോയി. അവളെ സ്നേഹിച്ചു തുടങ്ങി എന്ന ബോധം വന്നതുകൊണ്ടല്ലേ അവരോട് അവളെ കൂട്ടിക്കൊണ്ട് പോകാൻ പറഞ്ഞേ? അതെ, എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട്. നിന്നോട് ഇതേപ്പറ്റി സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. താല്പര്യമില്ലാത്തതോ അതോ നിന്റെ മനസ്സിൽ എന്തെന്ന് ഞാൻ മനസ്സിലാക്കി കളയുമെന്ന് പേടി കൊണ്ട് ഒളിച്ചോടുന്നതോ? എന്നാൽ അതിനൊന്നും തന്നെ ഭദ്ര ഉത്തരം നൽകിയില്ല. അവൻ വേഗം തന്നെ പ്രണവിനെ തിരിഞ്ഞു പോലും നോക്കാതെ അവിടെ നിന്നും പോയിരുന്നു. നീ ഇപ്പോൾ പോ ഭദ്രേ, പക്ഷെ നീ അവളെ നിന്നിൽ നിന്നും അകറ്റാൻ നോക്കും തോറും ഞാൻ നിങ്ങളെ ഒരുമിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് തന്നെ ഇരിക്കും.
പ്രണവ് ബദ്രി പോയ വഴിയെ അവനെ നോക്കിക്കൊണ്ട് മനസ്സിലത് തന്നെ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ഋഷിയും അപ്പുവും അമ്മുവും മഞ്ജുവും വിശാലും കൂടെ അകത്തേക്ക് വരുമ്പോൾ രുദ്രയുടെ അടുത്ത് പ്രിയങ്ക ഉണ്ടായിരുന്നു. അവരെ കണ്ടതും പ്രിയങ്ക അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, കാണുന്നതൊക്കെ കൊള്ളാം, ആവശ്യമില്ലാതെ ആളെ സ്ട്രെയിൻ ചെയ്യിപ്പിക്കരുത്. എല്ലാവരും കൂടെ വന്നപ്പോൾ തന്നെ ആളുടെ കയ്യിലെ സ്റ്റിച്ച് വരെ പൊട്ടാനിടയാക്കി. ഇനിയും ഇതുപോലെ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന നിങ്ങൾ കുഴപ്പം കാണില്ല. ഈ കിടക്കുന്ന ഇവളില്ലേ, അവൾ വേണം അനുഭവിക്കാൻ. അത്രയും പറഞ്ഞ ശേഷം രുദ്രയെ നോക്കാൻ പ്രിയങ്ക ഏർപ്പെടുത്തിയ സിസ്റ്ററിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, അധിക നേരം ആരെയും നിർത്താതെ നോക്കണം. എന്തേലും ഉണ്ടെങ്കിൽ എന്നെ വന്ന് വിളിച്ചാൽ മതി, ഞാൻ റൗണ്ട്സിലായിരിക്കും. അത്രയും പറഞ്ഞ് രുദ്രയെ ഒന്ന് നോക്കി കണ്ണ് ചിമ്മി കാണിച്ച ശേഷം പുറത്തേക്ക് പോയി. പ്രിയങ്ക പുറത്തേക്ക് പോയതും ഋഷി രുദ്രയുടെ അടുത്ത് ചെയറിലിരുന്നു. അവൻ അവളെ തന്നെ നോക്കിയിരിക്കുന്നെങ്കിലും രുദ്ര ആരെയും നോക്കാതെ മിഴികൾ ബെഡിലേക്ക് നോട്ടമിട്ട് കുനിഞ്ഞു തന്നെയിരുന്നു. രുദ്ര, ഞങ്ങളോട് പിണക്കമാണോ നിനക്ക്? വിശാൽ നീ ഹോസ്പിറ്റലാണെന്നും കൂടെ ബദ്രിയുണ്ടെന്നും പറഞ്ഞപ്പോൾ നിന്നെ അയാൾ ഓരോ തവണയും ഉപദ്രവിച്ചതാ പെട്ടെന്ന് ഓർമ്മ വന്നത്. അപ്പം മറ്റൊന്നും ചിന്തിക്കാതെ വരികയായിരുന്നു. നിന്റെ ഈ അവസ്ഥയ്ക്ക് വീണ്ടും അയാളാവും കാരണമെന്ന് കരുതിയ ഞങ്ങൾ. പക്ഷേ അത് നിനക്ക് തന്നെ വിഷമമുണ്ടാക്കുമെന്ന് കരുതിയില്ല. എന്നോട് ക്ഷമിക്കടി, ക്ഷമിക്കില്ലേ പറ. അപ്പോഴും രുദ്ര ഒന്നും മിണ്ടാതെ മൗനമായിരുന്നു. രുദ്ര, ഇങ്ങനെ നിന്റെ ഋഷിയോട് മിണ്ടാതെ മാത്രം ഇരിക്കില്ലടി, സഹിക്കില്ല എനിക്ക്. അപ്പോഴേക്കും രുദ്ര തല ഉയർത്തി അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഋഷി അവളെ തല ഉയർത്തി നോക്കി. എന്നെ അദ്ദേഹം ദ്രോഹിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതെല്ലാം അദ്ദേഹത്തിൻ്റെ സാഹചര്യം കൊണ്ട് ചെയ്തു പോയത് മാത്രമാണ്. അറിഞ്ഞോ അറിയാതെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് എപ്പോഴീ താലിയൻ ഈ കഴുത്തിൽ കയറിയോ അന്ന് തൊട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. ഇന്ന് മറ്റാരേക്കാളും എന്നിൽ അവകാശമുള്ളയാൾ. ആ നിലയ്ക്ക് എന്നോട് അദ്ദേഹത്തിന് ദേഷ്യപ്പെടാനും വഴക്കിടാനുമൊക്കെ അവകാശമുണ്ട് എന്ന് കരുതി നിങ്ങൾ അന്ന് വന്നു പോയ ശേഷം ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ അദ്ദേഹം എന്നെ വേദനിപ്പിച്ചിട്ടില്ല. ഇനി വേദനിപ്പിച്ചാൽ തന്നെ എനിക്കതിൽ വിഷമവുമില്ല. കാരണം ഇന്ന് ഞാൻ എന്നേക്കാളേറെ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു. രുദ്രയിൽ നിന്ന് ഇങ്ങനെ ഒരു മറുപടിയായി ഉണ്ടാവുമെന്നറിയാമെന്നുള്ളത് കൊണ്ട് ഋഷി ഉൾപ്പെടെ മറ്റുള്ളവരിൽ അത് വലിയ അത്ഭുതമുള്ളതായി തോന്നിയില്ലെങ്കിലും വിശാലിനത് തീരെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ നീ പണ്ടും ഇങ്ങനെ തന്നെ ആയിരുന്നല്ലോ, നിന്നെ വെറുക്കുന്നവരെ പോലും സ്നേഹിക്കുക എന്ന് കരുതി നീ പറഞ്ഞത് ഞങ്ങൾക്ക് വിശ്വസിച്ചിട്ടില്ല, അതിന് കഴിയുകയുമില്ല. നീ ഇങ്ങനെ പറയാൻ കാരണം അദ്ദേഹത്തെ പറ്റി ഒന്നും അറിയാത്തത് കൊണ്ടാ. അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തെ ഇങ്ങനെ കുറ്റപ്പെടുത്താതെ എന്നെ പോലെ നിങ്ങളും സ്നേഹിച്ചേനെ. ഒന്ന് നിർത്തു രുദ്ര, ഞങ്ങളുടെ മുൻപിൽ അയാളെ നല്ലവനാക്കാൻ നീ ഒരുപാട് ശ്രമിക്കേണ്ട, അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ നീ ചെയ്തെന്ന് കരുതി നീ സ്നേഹിക്കുമ്പോൾ അയാൾ നിന്നെ തിരിച്ച് സ്നേഹിക്കുമെന്നെങ്കിൽ അത് ഒരിക്കലും സംഭവിക്കില്ല. കാരണം കുറച്ചു മുൻപ് അയാൾ ഞങ്ങൾ കേൾക്കാനായി അയാളുടെ കൂട്ടുകാരൻ പ്രണവിനോട് പറഞ്ഞത് എന്തെന്നറിയുമോ? അവൾക്ക് സുഖമായി കഴിഞ്ഞ കൊണ്ടുപോയിക്കോളാൻ ഞാനായി ഒരിക്കലും എതിര് നിൽക്കില്ലെന്ന്. അങ്ങനെയുള്ള ആളെ ഇനിയും ഞങ്ങൾക്ക് മുൻപിൽ ന്യായീകരിക്കില്ല രുദ്ര. ഈ ഒരു അപകടം അത് ചിലപ്പോൾ അയാൾ കാരണമാവില്ലായിരിക്കും. പക്ഷേ ഇതിനു മുൻപ് നിന്നെ ഞങ്ങളുടെ മുന്നിലിട്ട് ഉപദ്രവിച്ചതെന്നും ഞാൻ ഒരിക്കലും മറക്കില്ല, അത് നീ മറന്നാൽ കൂടെ. ഋഷി അത്രയും അവളുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ അവളുടെ കണ്ണുകൾ ഈറനായി. ഭദ്രയെ അവരോട് തന്നെ കൂട്ടിക്കൊണ്ടു പോയിക്കോളാൻ പറഞ്ഞു തോർത്ത്. എന്നാൽ അത് പുറത്ത് കാണിക്കാതെ അവൾ മിണ്ടാതിരുന്നു. രുദ്ര വീണ്ടും ഒന്നും മിണ്ടാതിരിക്കുന്നത് കണ്ടതും അപ്പുവും മഞ്ജുവും അമ്മുവും അങ്ങോട്ടേക്ക് വന്നു നിന്നു. എൻ്റെ ഋഷി, നമ്മൾ വന്നത് ഇവളെ കാണാനും ഇവളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തെന്നൊക്കെ അറിയാനല്ലേ? എന്നിട്ട് അതിന് പകരം അവളെ ഓരോന്ന് പറഞ്ഞ് വീണ്ടും വിഷമിപ്പിക്കാനാണോ നോക്കുന്നേ? അപ്പു ഋഷിയെ നോക്കി പറഞ്ഞു. പിന്നെ ഋഷി അതേപറ്റി ഒന്നും തന്നെ മിണ്ടിയതില്ല. പിന്നെ എല്ലാവരും കുറച്ചു നേരം കൂടി സംസാരിച്ചിരുന്നു. അപ്പോഴും വിശാലിൽ നിന്നും രുദ്രയ്ക്ക് നേരെ ഉണ്ടാവുന്ന ഓരോ നോട്ടവും അവളെ ആലോചനപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇരുന്നു. എന്നാൽ ശരിയടാ, ഞങ്ങൾ ഇറങ്ങുക. ഡിസ്ചാർജിനെ അന്ന് പറ്റിയാൽ ഞങ്ങളെല്ലാവരും കൂടെ വരാൻ നോക്കാം, ഇല്ലെങ്കിൽ ഋഷി മാത്രം വരും. അപ്പോൾ രുദ്രയെ നോക്കി അത് പറഞ്ഞതും തന്നെ ഋഷി രുദ്രയുടെ മുന്നിലേക്ക് നിന്നുകൊണ്ട് പറഞ്ഞു, ഡിസ്ചാർജിൻ്റെ അന്ന് ആര് വന്നില്ലെങ്കിലും ഞാൻ വരും. തിരികെ ഞാൻ പോകുമ്പോൾ നീ എതിർത്താലും ശരി, എനിക്കൊപ്പം നീ ഉണ്ടാവും. അത്രയും പറഞ്ഞ് രുദ്രയ്ക്ക് പറയാനുള്ളത് പോലും കേൾക്കാൻ നിൽക്കാതെ ഋഷി പുറത്തേക്ക് പോകുമ്പോൾ രുദ്രയെ ഒന്ന് നോക്കിയ ശേഷം ബാക്കിയുള്ളവരും പുറത്തേക്ക് പാഞ്ഞു. രുദ്രയുടെ മനസ്സ് വല്ലാതെ പിടക്കാൻ തുടങ്ങി. ഇനി ആര് പറഞ്ഞാലും എന്തിൻ്റെ പേരിലായാൽ പോലും ബദ്രിയെ ഉപേക്ഷിച്ച് അവൾക്ക് പോകാൻ കഴിയില്ലായിരുന്നു. കാരണം മനസ്സുകൊണ്ട് അവൾ ബദ്രിയോട് ഒരുപാട് അടുത്തിരുന്നു. അതിൻ്റെ ഫലമായി അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ഋഷി വന്ന് കാറിൽ കയറാനാഞ്ഞതും അപ്പു അവൻ്റെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, നീ എന്തിനാ ഋഷി അങ്ങനെ പറഞ്ഞേ? നിനക്ക് തോന്നുന്നുണ്ടോ അവൾ നമുക്കൊപ്പം വരുമെന്ന്?
അവൾ വന്നാലും ഇല്ലെങ്കിലും ശരി, ഞാൻ അവളെ കൊണ്ടുപോയിരിക്കും. നീയും കേട്ടതല്ലേ ആ ബദ്രി അയാൾ പറഞ്ഞതെന്തെന്ന്? അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ. അതിനർത്ഥം അയാൾക്ക് അവളെ വേണ്ടെന്നല്ലേ? അങ്ങനെയുള്ളപ്പോൾ വീണ്ടും അവളെ അയാൾക്ക് മുൻപിൽ എറിഞ്ഞു കൊടുക്കാനാണോ നീ പറയുന്നത്? ഇപ്പോഴും ഒന്നും സംഭവിച്ചിട്ടില്ല. അവൾക്ക് നല്ലൊരു ലൈഫ് തന്നെ കിട്ടും. അത് അവിടെ നിന്നിട്ടല്ല, നമുക്കൊപ്പം നിന്നിട്ട്. അതുകൊണ്ട് അവൾ നമുക്കൊപ്പം വന്നേ മതിയാവൂ. ഋഷി പറഞ്ഞത് അപ്പു ശരി. രുദ്രയുടെ നല്ലൊരു ഭാവി അവളുടെ പിടിഭാഷയിൽ അവിടെ തീർക്കേണ്ടതല്ല. സ്നേഹം എന്നത് ഒരാൾക്ക് മാത്രം ഒരാളോട് തോന്നിയിട്ട് കാര്യമില്ല. മറിച്ച് രണ്ടുപേർക്കും പരസ്പരം ഉണ്ടാവേണ്ട ഒന്നാണ് സ്നേഹവും വിശ്വാസവും എല്ലാം. അതില്ലെങ്കിൽ പിന്നെ ഭാര്യാഭർത്താവ് ബന്ധത്തിൽ പോലും അർത്ഥമില്ലാതെയായി പോകും. ഇവിടെ രുദ്ര എത്ര നാളിങ്ങനെ അവനെ സ്നേഹിച്ചുകൊണ്ടിരിക്കും? തിരിച്ച് സ്നേഹത്തിൻ്റെ കണിക പോലും കിട്ടാത്ത ഒരാളെ തന്നെ. വിശാൽ, നമുക്കിത് പറയാമെന്നല്ലാതെ നമ്മളെ പോലെ ചിന്തിക്കാൻ അവൾ തയ്യാറാവണ്ടേ? അതുകൊണ്ട് ഇനി പറച്ചിലില്ല. അവളെ വിഷമിച്ചിട്ടായാലും അവളെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കും ഞാൻ. അത്രയും പറഞ്ഞ് ഋഷി കാറിൽ കയറിയതും പിന്നെ ഒന്നും മിണ്ടാതെ ബാക്കിയുള്ളവരും അവനൊപ്പം കാറിൽ കയറിയിരുന്നു. ഋഷിയുടെ കാർ അവിടെ നിന്നും മറയുന്നത് വരെ വിശാൽ അവരെ തന്നെ നോക്കി നിന്നു, മനസ്സിൽ എന്തൊക്കെയോ ഉറപ്പിച്ചുകൊണ്ട്. കല്യാണി, ഉച്ചത്തിലുള്ള രാഘവേന്ദ്രയുടെ സൗണ്ട് കേട്ടതും കബോർഡിൽ അടക്കാൻ കൊണ്ടുപോയ തുണികൾ നിലത്ത് ചിതറി. അവർ മുന്നിലേക്ക് നോക്കുമ്പോൾ ദേഷ്യത്തിൽ വലഞ്ഞു മുറുകിയ മുഖത്തോടെ റൂമിലേക്ക് വരുന്ന രാഘവേന്ദ്ര. അവനെവിടെ? വിജയ് ഏട്ടൻ രാവിലെ ഓഫീസിൽ പോയല്ലോ. എന്തേലും പ്രോബ്ലം ഉണ്ടോ ഏട്ടാ? പ്രോബ്ലം അത് മാത്രമാണല്ലോ എപ്പോഴും ഉള്ളത്. ഏട്ടനിങ്ങനെ ദേഷ്യപ്പെടാതെ കാര്യം എന്തെന്ന് പറ, എങ്കിലല്ലേ എനിക്ക് മനസ്സിലാവൂ. നമ്മൾ ബദ്രിയെ തല്ലാൻ വിട്ടില്ലേ? അമറും അവൻ്റെ കൂടെ പന്ന മക്കളെയും എല്ലാം അവൻ ആ ബദ്രിയുടെ അടികൊണ്ട് സർക്കാർ ഹോസ്പിറ്റൽ കിടപ്പുണ്ട്, ചത്തതിന് തുല്യമായി ഒന്നനങ്ങാൻ പോലും പറ്റാതെ. കല്യാണി ഇത് കേട്ടതും അമ്പരന്ന് അയാളെ നോക്കി. ഏട്ടാ, അപ്പോൾ ബദ്രി അവനപ്പോൾ ഒന്നും സംഭവിച്ചില്ലെന്നാണോ? അവന് വല്ലതും സംഭവിച്ചിരുന്നുവെങ്കിൽ അവന്മാർ ആ കിടപ്പുമായിരുന്നു, അതും ഹോസ്പിറ്റലിൽ. ഏട്ടനിത് എങ്ങനെ അറിഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞു. തൽക്കാലം നമ്മൾ സൂക്ഷിക്കണം. ബദ്രി അവനെല്ലാം അറിഞ്ഞിട്ടുണ്ട്. ഏത് നിമിഷവും അവൻ ഇവിടേക്ക് വരാം. ഇനി എന്താ ചെയ്യുക? അവൻ്റെ സ്വഭാവം വെച്ച് എന്നെയോ ഏട്ടനെയോ വെച്ചേക്കില്ല ഈ വീട്ടിൽ. വിജയേട്ടനോട് പറയണ്ടേ ഇത്? അവനോട് പറയുന്നതും പറയാത്തതും കണക്കാ. ഞാനിതൊക്കെ ചെയ്യുന്നത് എനിക്ക് മാത്രമല്ല, നിനക്കും അവനും നിങ്ങളുടെ മക്കൾക്കും കൂടിയൊക്കെ വേണ്ടിയിട്ടാ. പക്ഷേ അവൻ്റെ സംസാരവും ചില നേരത്തെ പ്രവൃത്തിയും കണ്ട ഇതൊന്നും തന്നെ ബാധിക്കാത്തത് പോലെയാ. എന്തായാലും ബദ്രയെല്ലാം അറിഞ്ഞിട്ടുണ്ട്, അതുറപ്പാ. അവനെ 2 ദിവസമായി കാണാതെ വന്നപ്പോഴേ ഞാൻ സംശയിച്ചതാ. എന്തായാലും അതുറപ്പായി. തൽക്കാലം ഞാനൊന്ന് മാറി നിൽക്കുക. ഏട്ടൻ പോയാൽ എങ്ങനെയാ? അവൻ എന്നെ വെറുതെ വിടില്ല. ഏട്ടനുള്ള ദേഷ്യം കൂടെ എന്നോടാവും തീർക്കുന്നേ. എന്തായാലും അതോർത്ത് പേടിക്കണ്ട, നിന്നെ അവൻ തല്ലില്ല. കാരണം നീ അവൻ്റെ ചെറിയമ്മയല്ലേ. തൽക്കാലം അവൻ എന്ത് പറഞ്ഞാലും ഞാൻ തിരിച്ചു വരുന്നവരെ തിരിച്ചു പ്രതികരിക്കാതെ നിന്നോണം. ഈ പ്രശ്നമൊന്നടങ്ങുമ്പോൾ ഞാൻ വന്നോളാം. അടുത്തെങ്ങനെ കരുക്കൾ നീക്കാമെന്ന് ആലോചിച്ച ശേഷം, ഞാനില്ലെന്ന് കരുതി അവളെയും അവനെയും അടുക്കാൻ അനുവദിക്കരുത്. അവരെ തമ്മിൽ അകറ്റാൻ കിട്ടുന്ന അവസരങ്ങളെല്ലാം നന്നായി ആലോചിച്ച് വേണം ചെയ്യാൻ. ഒരിക്കലും അതിന് പിന്നിൽ നീയെന്ന് അവനോ അവളോ തോന്നരുത്. അല്ല, ഏട്ടനെങ്ങോട്ടാ പോകുന്നേ? നിന്റെ മോൻ വരുണില്ലേ, അവൻ്റെ അടുത്തേക്ക്. ഒരു കണക്കിന് അവൻ പഠിത്തം കഴിഞ്ഞു. ബാംഗ്ലൂർ തന്നെ ഫ്രണ്ട്സിനൊപ്പം പാർട്ട്ണർഷിപ്പിൽ ഒരു കമ്പനി തുടങ്ങി. നന്നായി. അതുകൊണ്ട് എന്തേലും വന്നാൽ ചെന്ന് നിൽക്കാനൊരിടമായില്ലേ? എന്തായാലും അവൻ വിളിക്കുമ്പോൾ പറയാം ഏട്ടൻ അങ്ങോട്ടേക്ക് വരുന്നെന്ന്. ഏട്ടൻ ഇന്ന് തന്നെ പോകുവാണോ അവൻ്റെ അടുത്തേക്ക്? ഇന്ന് തന്നെ പോകുക. കാരണം ഏത് നിമിഷവും അവൻ വരാം. ഏട്ടൻ പോകുമ്പോൾ അവനോട് പറയണം അവിടുത്തെ അവൻ്റെ എല്ലാ ചുറ്റിക്കളികളും ബിസിനസ്സും നിർത്തി നാട്ടിൽ വരാൻ. അവനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊപ്പം നിന്ന് എപ്പോഴേ ആ ബദ്രയിൽ നിന്നും എല്ലാം കൈക്കലാക്കാമായിരുന്നു. ഞാൻ അങ്ങോട്ടല്ലേ പോകുന്നേ, നീ നോക്കിക്കേ. ഞാൻ നാട്ടിൽ വരുമ്പോൾ എനിക്കൊപ്പം അവനും ഉണ്ടാകും. പുതിയ കളികൾ ബദ്രയുടെ മുന്നിൽ കളിക്കാൻ. എനിക്കുള്ള ഒരേ ഒരു മകൾ എന്ന് പറയുന്നതിന് തന്തയായ എന്നേക്കാൾ കൂടുതൽ കൂറ് അവനോടാ, ആ ബദ്രയോട്. അതുകൊണ്ട് എനിക്കിവിടെ അവനെതിരെ തിരിക്കാൻ നിന്റെ മക്കളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ വരുമ്പോൾ വരുണും എനിക്കൊപ്പം ഉണ്ടായിരിക്കും. മാറ്റമില്ലാതെ കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. ഇതിനിടയ്ക്ക് ഭവാനി മാമിയുടെ കോൾമുറ പോലെ ഋഷിയെയും അപ്പുവിനെയും തേടിയെത്തിക്കൊണ്ട് തന്നെ ഇരുന്നു. ഭവാനി മാമിയോട് രുദ്രയോട് ഇത്രയും ദിവസമായി സംസാരിക്കാൻ പറ്റാത്തതിൻ്റെ ആദിയും വിഷമവും കരച്ചിലും. അത് കാരണം അപ്പു തന്നെ എല്ലാം തുറന്നു പറഞ്ഞു. ബദ്രി രുദ്രയെ വിവാഹം കഴിച്ച കാര്യം. എന്നാൽ ബദ്രി അവളെ ദ്രോഹിച്ചതോ അവളിപ്പോൾ ഹോസ്പിറ്റലിലാണെന്നുള്ള കാര്യമൊന്നും തന്നെ അപ്പു അവരോട് പറഞ്ഞില്ല. കാരണം അതറിഞ്ഞു കഴിഞ്ഞ ഭവാനി അടുത്ത നിമിഷം തന്നെ ഇവിടെ എത്തുമെന്നറിയാമായിരുന്നു. രുദ്രയെ വിളിച്ചിട്ട് കിട്ടാത്തത് അവളുടെ ഫോൺ കംപ്ലൈൻ്റായി. അത് ശരിയാക്കിയ ശേഷം
മാമിയെ വിളിക്കാമെന്ന് വെച്ചിരിക്കുവായിരുന്നു പറഞ്ഞു. എങ്കിലും അപ്പു പറയുന്നതെല്ലാം അവർ പൂർണ്ണമായി വിശ്വസിച്ചില്ല. അതുകൊണ്ട് നിന്നെ ആകാശമില്ലാത്ത ദിവസം നോക്കി രുദ്രയെ കാണാൻ എത്തുമെന്ന് അവർ പറഞ്ഞിരുന്നു. രുദ്രയെ കാണുമ്പോഴുള്ള പഴയ ദേഷ്യം ഈ ദിവസങ്ങളിലൊന്നും ബദ്രി അവളോട് കാണിച്ചിരുന്നില്ല. അവളിൽ നിന്നും അവന് മാക്സിമം അകന്നു നിൽക്കാൻ നോക്കുമ്പോൾ അവൾക്ക് ഫുഡ് കൊടുക്കും, മെഡിസിൻ കൊടുക്കുമെന്ന് പറഞ്ഞ് വിജയലക്ഷ്മി അവൻ്റെ പിന്നാലെ തന്നെ വരുമായിരുന്നു. അവരുടെ വാക്ക് നിഷേധിക്കാൻ കഴിയാത്തതുകൊണ്ട് അവനതെല്ലാം അനുസരിച്ചു. അപ്പോഴെല്ലാം പെണ്ണിൽ അടിമപ്പെട്ടു പോകാതിരിക്കാൻ ശ്രമിച്ചിരുന്നു അവൻ. അവൾക്കടുത്ത് വരുമ്പോഴുള്ള അവൻ്റെ ഓരോ പ്രവൃത്തിയും രുദ്രയിൽ ചിരി പടർത്തി. കാരണം തന്നെ സ്നേഹിച്ചു പോകുമോ എന്നുള്ള പേടിയിൽ അവൻ്റെ ഓരോ കാട്ടിക്കൂട്ടലുകളാണ് അതെല്ലാം എന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. രുദ്രയുടെ കയ്യിലെ സ്റ്റിച്ച് ഇന്നലെ തന്നെ ഇളക്കിയതുകൊണ്ട് ഇന്നൊരു ദിവസം നിന്നിട്ട് നാളെ വീട്ടിൽ പോകാമെന്ന് പ്രിയങ്ക പറഞ്ഞു. രുദ്രയെ കാണാൻ വിജയലക്ഷ്മിക്കൊപ്പം വന്ന വൈശാലെ ഹോസ്പിറ്റൽ നിൽക്കുന്ന വാശി പിടിച്ചതുകൊണ്ട് അവളെ എവിടെയാക്കിയിട്ടാണ് പോയത്. ബദ്രി ഓഫീസിൽ നിന്ന് നേരെ വീട്ടിലേക്ക് വന്ന് ഫ്രഷായ ശേഷമാണ് ഹോസ്പിറ്റലിലേക്ക് വന്നത്. ബദ്രി വരുമ്പോൾ രുദ്രയുടെ കൂടെ ബെഡിലിരുന്ന് ഓരോന്ന് പറഞ്ഞ് ചിരിച്ച് കളിച്ചിരിക്കുന്ന വൈഷുവിനെയാണ് കണ്ടത്. രുദ്രയോട് എന്തൊക്കെയോ പറഞ്ഞ് ചിരിച്ച് മുന്നിലേക്ക് നോക്കുമ്പോൾ കണ്ടു തങ്ങളെ തന്നെ നോക്കി നിൽക്കുന്ന ബദ്രിയെ. അല്ല, ഏട്ടൻ വന്നോ? ഞാൻ കരുതി ഏട്ടത്തിയോടൊപ്പം ഞാനുള്ളത് കൊണ്ട് ഏട്ടനിന്ന് വരില്ലായിരിക്കുമെന്ന്. അപ്പം ശരിക്കും ഏട്ടന് ഏട്ടത്തിയോട് ഇഷ്ടമുണ്ടല്ലേ? ആവശ്യമില്ലാത്തത് ചിന്തിച്ച് പറയേണ്ട വൈഷു. ഇവളോടെന്നല്ല ആരോടും നിന്റെ ഏട്ടന് ഇഷ്ടം തോന്നിയിട്ടില്ല. അത് നിനക്കും അറിയാവുന്നതല്ലേ. പിന്നെ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്നെ രക്ഷിക്കാൻ നോക്കിയ സ്ഥിതിക്ക് ഇവളെ സംരക്ഷിക്കേണ്ടത് എൻ്റെ കടമയാണ്. നാളെ ഇവളുടെ ഫ്രണ്ട്സിനൊപ്പം തിരികെ പോകുന്നത് വരെയും. ഏട്ടത്തി തിരികെ പോകുന്നെന്നോ? ഞാനിത് വിശ്വസിക്കില്ല. വിശ്വസിക്കേണ്ട, നാളെ നീ ഇവിടെ തന്നെ ഉണ്ടല്ലോ, അപ്പം എല്ലാം മനസ്സിലായിക്കോളും. അത്രയും പറഞ്ഞ് അവരെ നോക്കാതെ അവൻ ഓപ്പോസിറ്റ് കിടന്ന ബെഡിൻ്റെ അടുത്തുള്ള ജനലോരം പോയി പുറത്തേക്ക് നോക്കി നിന്നു. വൈഷു രുദ്രയെ നോക്കി. ഏട്ടത്തി അപ്പം ഞങ്ങളെ വിട്ടു പോകുവാണോ? പറ, ഏട്ടത്തിക്ക് ഞങ്ങളെ വിട്ടു പോകാൻ പറ്റുമോ? രുദ്ര അവളെ വേഗം ചേർത്ത് പിടിച്ചു. ഏട്ടത്തിയെ ഞാൻ എങ്ങോട്ടും വിടില്ല. ഏട്ടത്തി ആർക്ക് വേണ്ടെങ്കിലും എനിക്ക് വേണം. അത്രയും പറഞ്ഞ് അവളെ ചേർത്ത് പിടിച്ച വൈഷു കരഞ്ഞിരുന്നു. അത് കണ്ടതും രുദ്രയ്ക്ക് എന്ത് പറയണമെന്നറിയില്ലായിരുന്നു. അവളുടെ കണ്ണുകളും നിറഞ്ഞു. അവൾ ബദ്രിയെ നോക്കി. അവനെല്ലാം കണ്ടിട്ടും ഒന്നും നോക്കാതെ അതേ നിൽപ്പ് തന്നെ നിന്നു. രാവിലെ തന്നെ രുദ്രയെ കൂട്ടിക്കൊണ്ടു പോകാൻ ഋഷിയും അപ്പവും വന്നിരുന്നു. അമ്മുവും അഞ്ജുവും കൂടെ വരുന്നെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ ലീവ് എടുത്ത് പോകേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പിന്നെ അവർ ഒന്നും മിണ്ടിയില്ല. രുദ്ര വന്നാലും തങ്ങളെടുത്ത് തന്നെ അല്ലേ വരുന്നതെന്ന് ഓർത്തതും പിന്നെ അവർ നിർബന്ധം പിടിക്കാതെ ജോലിക്ക് പോയിരുന്നു. ഋഷിയും അപ്പവും വരുമ്പോൾ രുദ്രയുടെ കൂടെ വിജയലക്ഷ്മി, വൈഷു, പ്രണവ്, സുപ്രിയ, വിജിത്ത് എല്ലാവരും ഉണ്ടായിരുന്നു. രുദ്രയുടെ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് വെച്ചതും ബദ്രിയുടെ അങ്ങോട്ടേക്ക് വന്നു. എല്ലാവരുടെയും മൗനം ഭേദിച്ചുകൊണ്ട് ഋഷി മുന്നോട്ട് വന്നുകൊണ്ട് പറഞ്ഞു, എന്ന് ഞാൻ രുദ്രയെയും കൊണ്ട് ഇറങ്ങുക. രുദ്രമോളെ കൊണ്ടുപോകുവാണെന്നോ? വിജയലക്ഷ്മി ഋഷിയെ നോക്കി അമ്പരപ്പോടെ ചോദിച്ചു. അതെ, കൊണ്ടുപോകുക ആൻറ്റി. എന്തിനാ, ഏതിൻ്റെ പേരിലാ ഞാനിനി ഇവളെ ഇവിടെ നിർത്തേണ്ടത്? അവളെ താലി കെട്ടിയ ആൾ തന്നെ പറഞ്ഞു അവളെ വേണ്ട, എന്തിൻ്റെ പേരിലായാലും അവളെ കൊണ്ടുപോകുന്നതിൽ തടയില്ലെന്ന്. അപ്പം പിന്നെ വെറുതെ ഇവളെ ഒരിക്കലും സ്നേഹിക്കാത്ത ഒരാൾക്കൊപ്പം നിർത്തി ഇവളുടെ ഭാവി കളയണോ ഞാൻ? മോളെ കൊണ്ടുപോവാൻ പറഞ്ഞെന്നോ? അത്രയും പറഞ്ഞ് വിജയലക്ഷ്മി ബദ്രിക്ക് നേരെ തിരിഞ്ഞു. ഋഷിമോൻ പറഞ്ഞത് സത്യമാണോ? നീ മോളെ കൂട്ടിക്കൊണ്ടു പോകാൻ പറഞ്ഞോ? പറ ബദ്രി, പറഞ്ഞോന്ന്. അതെ, പറഞ്ഞു. എങ്ങനെ തോന്നി ബദ്രി ഞങ്ങളോട് ഒരു വാക്ക് പോലും ചോദിക്കാതെ മോളെ അവർക്കൊപ്പം അയക്കാമെന്ന് പറയാൻ? അപ്പോൾ ഈ എൻ്റെ വാക്കിനൊരു വിലയുമില്ലെന്നാണോ ഞാൻ മനസ്സിലാക്കേണ്ടത്? അമ്മ ആവശ്യമില്ലാതെ വെറുതെ എന്തിനാ ഓരോന്ന് ചിന്തിക്കുന്നേ? എനിക്കൊരിക്കലും ഒരു കുടുംബജീവിതം ഉണ്ടാവില്ല. അപ്പം പിന്നെ ഇവളെ വെറുതെ എന്തിനാ എല്ലാം അറിഞ്ഞുകൊണ്ട് പിടിച്ചിരുന്നത്? അവൾ പൊയ്ക്കോട്ടെ. നമ്മുടെ കൂടെ ഉള്ളതിനേക്കാൾ അവൾ അവർക്കൊപ്പം സുരക്ഷിതയും ഹാപ്പിയും ആയിരിക്കും. മതി ബദ്രി, ഇനി നീ ഒന്നും പറയണമെന്നില്ല. കേട്ടില്ലേ ആൻറ്റിയുടെ മോൻ പറഞ്ഞത്? ഇനിയും ഇവളെ ഞാനിവിടെ നിർത്തണോ? മറ്റുള്ളവരൊക്കെ ഒരു പരിഹാസ കഥാപാത്രമായി. വിജയലക്ഷ്മി പ്രണവിനെ നോക്കി. നീ പറ പ്രണവ്, നീ എനിക്ക് വാക്ക് തന്നതല്ലേ ബദ്രിമോൻ്റെ ലൈഫിൽ നിന്ന് മോളെ ഒരിക്കലും അടർന്നു പോകാൻ അനുവദിക്കാതെ അവരെ എന്നും ചേർത്ത് വയ്ക്കുമെന്ന്. എന്നിട്ടിപ്പോൾ കണ്ടോ മോളെ അവർ തന്നെ പറഞ്ഞു വിടുന്നത്? പ്രണവ് ഋഷിയെ നോക്കി പറഞ്ഞു. ഋഷി, തനിക്ക് അവളോടുള്ള ഉത്തരവാദിത്വം, സ്നേഹം എല്ലാം എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് അവളെ നീ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നതും. പക്ഷെ ഒന്ന് നീ ഓർക്കണം, ഇപ്പോൾ അവൾ ആ നിൽക്കുന്നവൻ്റെ ഭാര്യയാണ്, അതും നിയമപരമായി. അവൻ വേണ്ടെന്ന് പറഞ്ഞാലൊന്നും പെട്ടെന്ന് അങ്ങനെ ഇവളെ അവനിൽ നിന്നും അടർത്തി മാറ്റാൻ കഴിയില്ല. അതിന് രണ്ടുപേരും ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പുവെക്കണം.
ഋഷി അത് പറയുമ്പോൾ രുദ്രയെ പോലെ തന്നെ ഭദ്രയും അവൻ അമ്പരന്ന് നോക്കി. അത് പ്രണവ് വ്യക്തമായി കാണുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഭദ്രയെ കൊണ്ട് രുദ്രയെ ഇഷ്ടമെന്ന് പറയിപ്പിക്കാനുള്ള ആദ്യ ചുവടുവെപ്പെന്നെണ്ണം പ്രണവ് തുടർന്നു. മിനിമം 6 മാസമെങ്കിലും ഇവർ ഒരുമിച്ച് ജീവിക്കാതെ ഡിവോഴ്സ് പെറ്റീഷൻ കൊടുക്കാൻ പറ്റില്ല. അവനായി തന്നെ അവളെ വേണ്ടെന്ന് പറയുമ്പോൾ നിയമപരമായി പിരിയുന്നതല്ലേ നല്ലത്. നീ എന്തൊക്കെയാ പ്രണവ് പറയുന്നേ? അപ്പം നീയും അവനെ പോലെ ചിന്തിച്ച് രണ്ടുപേരെയും പിരിക്കാൻ നോക്കുവാണോ? പ്രണവ് വിജയലക്ഷ്മി രുദ്രയും അടുത്തായി വന്നു നിന്നു. അവർക്ക് മാത്രം കേൾക്കാൻ പാകത്തിന് പറഞ്ഞു. അവനെ കൊണ്ട് ഇവളെ ഇഷ്ടം എന്ന് പറയിപ്പിക്കാൻ കുറച്ച് പാടാ. ഇനി ഇവളെ ഇഷ്ടമുണ്ടെങ്കിലും അവനത് പറയില്ല. അതുകൊണ്ട് അവനെ വീഴ്ത്താൻ അവനേക്കാൾ കൂടുതൽ കൂർമ്മ ബുദ്ധിയോടെ ചിന്തിച്ച് പ്രവർത്തിച്ചേ പറ്റൂ. തൽക്കാലം ഞാൻ എന്ത് പറഞ്ഞാലും അമ്മയും രുദ്രയും എന്നെ സപ്പോർട്ട് ചെയ്ത് നിന്നാൽ മതി. എല്ലാം ഇവളുടെയും അവൻ്റെയും നല്ലൊരു ലൈഫിന് വേണ്ടിയിട്ടല്ലേ. അത്രയും പറഞ്ഞ് രുദ്രയെ നോക്കി. ടെൻഷനൊന്നും വേണ്ട, ഞാൻ ഉണ്ടായിരിക്കും നിനക്കൊപ്പം തന്നെ. അതിനവൾ തലയാട്ടി. പിന്നെ പ്രണവ് അവരിൽ നിന്നും മാറി എല്ലാവർക്കും കേൾക്കത്തക്ക രീതിയിൽ ഉച്ചത്തിൽ പറഞ്ഞു. എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി വരുന്ന 6 മാസം അവൾ അവിടെ തന്നെ നിൽക്കും, കാളിയാർ മഠത്തിൽ. ബദ്രിയുടെ ഭാര്യ എന്നൊരു അവകാശവും ഇല്ലാത്ത ഒരാളായി. ഇതിൻ്റെ ഇടയ്ക്ക് ഇവരുടെ ഡിവോഴ്സ് പേപ്പറെല്ലാം ഞാൻ തന്നെ ശരിയാക്കി കോടതിയിൽ ഹാജരാക്കിക്കോളാം. പിന്നെ ഇവളുടെ ലൈഫ് ഓർത്താണ് ടെൻഷനെങ്കിൽ അത് വേണ്ട. ഇവർ ഡിവോഴ്സായി കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവനേക്കാൾ നല്ലൊരു പയ്യനെ കൊണ്ട് ഞാൻ എൻ്റെ ഈ രുദ്രയെ കെട്ടിക്കും. പ്രിയങ്കയെ പോലെ തന്നെയാ ഇവളും എനിക്ക്. അതുകൊണ്ട് അതെൻ്റെ കടമയാണ്. അത്രയും പറയുമ്പോൾ ഭദ്ര അവനെ ദേഷ്യത്തിൽ നോക്കി. അവൾ അവർക്കൊപ്പം പോകുന്നെങ്കിൽ പൊയ്ക്കോട്ടെ. അതിനാവശ്യമില്ലാത്ത ഓരോന്ന് നീ വലിച്ചുവാരി തലയിൽ വെക്കുന്നത് എന്തിനാ? നിനക്കിവളെ വേണ്ടല്ലോ. പിന്നെ ഇവളുടെ കാര്യത്തിൽ ഞാൻ എന്ത് തീരുമാനിച്ചാലും ചെയ്താലും നിനക്കെന്താ? ഭദ്ര പിന്നെ പ്രണവിനോടൊന്നും മിണ്ടിയില്ല. ഋഷി, താനൊന്ന് ചിന്തിച്ചു നോക്ക്, ഞാൻ പറഞ്ഞതിൽ ശരിയെന്ന്. ഋഷി ഏറെ നേരം ആലോചിച്ച ശേഷം പ്രണവിനെ നോക്കി പറഞ്ഞു. ഇതിൽ രുദ്രയുടെ തീരുമാനം എന്തെന്ന് എനിക്കറിയണം. അവൾക്ക് സമ്മതമെങ്കിൽ എനിക്കും സമ്മതം. എനിക്ക് അവളുടെ ഭാവി സുരക്ഷിതമായിരിക്കണമെന്നേ ഉള്ളൂ. അപ്പം രുദ്ര സമ്മതിച്ചാൽ താൻ സമ്മതിക്കുമല്ലേ? പറഞ്ഞല്ലോ, അവൾക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങൾക്ക് സമ്മതം. മറിച്ചായാൽ ആരെ എതിർത്തായാലും ഇവിടുന്ന് പോകുമ്പോൾ അവളും എനിക്കൊപ്പം കാണും. പ്രണവ് രുദ്രയുടെ അടുത്ത് വന്ന് നിന്നു. നിനക്ക് ഈ പ്രണവേട്ടന് വിശ്വാസമുണ്ടെങ്കിൽ മതി. ഇല്ലെന്നാണെങ്കിൽ നീ തീരുമാനിക്കുന്ന എന്ത് തീരുമാനമായാലും കൂടെ ഞങ്ങളുണ്ടാവും. രുദ്ര എല്ലാവരെയും നോക്കി. ബദ്രി അപ്പോഴും അവൾ പറയാൻ പോകുന്നത് എന്തെന്ന് കാതോർത്ത് തന്നെ ഇരുന്നു. കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്കൊടുവിൽ അവൾ തന്നെ പറഞ്ഞു. പ്രണവേട്ടൻ എന്ത് തീരുമാനമെടുത്താലും അതെൻ്റെ നല്ലതിനായിരിക്കും എന്നെനിക്കറിയാം. അതുകൊണ്ട് എനിക്കും സമ്മതം. ഈ വരുന്ന 6 മാസം അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടല്ല, മറിച്ച് ആ വീട്ടിൽ വന്നൊരു അതിഥിയെ പോലെ ജീവിക്കും. പിന്നെ പ്രണവേട്ടൻ ചൂണ്ടിക്കാണിക്കുന്ന ആരെയാണെങ്കിലും കല്യാണം കഴിക്കാനും ഞാൻ തയ്യാറാണ്. അത് കേട്ടതും ബദ്രിയുടെ ദേഷ്യം ഒന്നുകൂടെ കൂടി. അവൻ ദേഷ്യത്തിൽ ആരെയും നോക്കാതെ പുറത്തു പോകുമ്പോൾ പ്രണവ് അവൻ പോയ വഴിയെ നോക്കി ഒന്ന് ചിരിച്ച ശേഷം രുദ്രയെ നോക്കി കണ്ണ് ചിമ്മി. എല്ലാം ബദ്രിയോടൊപ്പമുള്ള ഒരു നല്ല ജീവിതത്തിന് വേണ്ടിയായിരുന്നെങ്കിൽ കൂടെയും എന്തോ അങ്ങനെയൊക്കെ പറയേണ്ടെന്ന് തോന്നിപ്പോയി അവൾക്ക്. ഋഷിയും അപ്പവും അവളോട് യാത്ര പറഞ്ഞിറങ്ങിയതും തന്നെ പ്രണവിന് മുൻപിൽ വിജിത്തും വൈഷവും വന്നു നിന്നു. ദോ വരട്ട കിളവ, താൻ എൻ്റെ ഏട്ടനെയും ഏട്ടത്തെയും ഒന്നാക്കാൻ നോക്കുന്നതാണോ, അത് 2 പേരെയും 2 പാത്രങ്ങളാക്കാൻ നോക്കുന്നതാണോ? വൈഷു കലിപ്പിൽ തന്നെ ചോദിച്ചു. അതിനവനൊന്ന് ചിരിച്ചു. നിന്റെ ഏട്ടനെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കൊണ്ടുവരണമെങ്കിൽ ഇതേ നടക്കൂ. അത് അമ്മയ്ക്കും അവൾക്കും മനസ്സിലായി. അതുകൊണ്ടല്ലേ അവൾ പോലും എന്നെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞത്. അപ്പോൾ ഇത് വെറും അഭിനയമായിരുന്നോ? നിന്റെ ഏട്ടനില്ലേ ബദ്രി, അവനിവളോട് ചെറിയൊരു ഇഷ്ടമൊക്കെ ഉണ്ട്. പക്ഷേ സമ്മതിച്ചു തരാൻ വല്ലാത്ത ബുദ്ധിമുട്ടാവന്. ഞാൻ നോക്കിയിട്ട് ഈ ഒരു മാർഗമേ കണ്ടുള്ളൂ. ഇല്ലെങ്കിൽ ഋഷി ഇവൾ അവൻ്റെ വാക്കും കേട്ട് കൊണ്ടുപോകുമായിരുന്നില്ലേ? പിന്നെ നമ്മളെന്നല്ല ആര് വിചാരിച്ചാലും ഇവരെ ഒരുമിപ്പിക്കാൻ പറ്റിയെന്ന് വരില്ല. അവസാനം പണി പാളല്ലേ? ഏട്ടനെങ്ങാനും സത്യം പറഞ്ഞ് എന്താ ഉണ്ടാവുക എന്നറിയാലോ അല്ലേ? വിജിത്ത് അവനെ നോക്കി പറഞ്ഞു. എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ ഇങ്ങനെ ഒരു നീക്കം വെച്ചത്. ഇവരുടെ കല്യാണം ഞാൻ നടത്തിയില്ലേ? അപ്പോൾ പിന്നെ ഇതൊന്നും എനിക്ക് വലിയ വിഷയമുള്ളതൊന്നുമല്ല. ഒരിക്കൽ ചക്കയിട്ട മുയൽ ചത്തു എന്ന് വെച്ച് എപ്പോഴും ചക്കയിട്ട മുയൽ ചാവണമെന്നില്ല പ്രണവേട്ട. എൻ്റെ വൈഷമോളെ, നീ ആവശ്യമില്ലാതെ ഈ തല പുകയ്ക്കാൻ നിൽക്കണ്ട. തൽക്കാലം ഞാൻ പറയുന്ന സമയത്ത് നിങ്ങളെല്ലാവരും എനിക്ക് കുറച്ച് ഹെൽപ്പ് ചെയ്ത് തന്നാൽ മാത്രം മതി. എൻ്റെ ഏട്ടനെയും ഏട്ടത്തെയും ഒരുമിപ്പിക്കാൻ പ്രണവേട്ടൻ ചെയ്യുന്ന എല്ലാത്തര പരിപാടിക്കും ഞാൻ കൂടെ കാണും. വൈഷു അത് പറയുമ്പോൾ വിജിത്തും അതെന്ന് പറഞ്ഞു. അവസാനം ബദ്രിയേട്ടൻ എല്ലാം അറിയുമ്പോൾ വല്ലതും തന്ന അതും ഒത്ത് വാങ്ങണം 3 ആളും. പ്രിയങ്ക അവരെ നോക്കി പറഞ്ഞതും വൈഷു അവളെ നോക്കി പറഞ്ഞു. പ്രിയേച്ചി, അതുമാത്രം പ്രണവേട്ടൻ ഒറ്റയ്ക്ക് അന്തസ്സായി വാങ്ങിക്കോളും നമുക്ക് വേണ്ടി, അല്ലേ ഏട്ടാ? അതെ,
അതെ, ഇതിനെയൊക്കെ കൊണ്ടാണല്ലോ ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങിത്തിരിക്കുന്നേ. എന്നെ കാത്തോളണേ ദൈവമേ. പ്രണവ് മുകളിലേക്ക് നോക്കി അത് പറഞ്ഞു ചിരിക്കുമ്പോഴും എല്ലാവരും അവൻ്റെ ആ പ്രവൃത്തി കണ്ട് ചിരിച്ചു. എന്നാൽ രുദ്രയ്ക്ക് മാത്രം അതിനായില്ല. ഇനിയുള്ള ദിവസങ്ങളിൽ എന്താവും സംഭവിക്കുക എന്നോർത്ത് അവളുടെ മനസ്സ് പിടഞ്ഞുകൊണ്ടേയിരുന്നു.